മലപ്പുറത്ത് ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ UDF എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ മലപ്പുറം എടവണ്ണ കൊളപ്പാട് വിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയും പ്രദേശത്തെ UDF നേതൃത്വവും രംഗത്ത്. അമ്പലത്തിൽ ഉച്ചഭാഷണിയിൽ പാട്ട് വെക്കുന്നതിനെതിരെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ജയൻ നമ്പൂതിരി എന്ന വ്യക്തി നൽകിയ പരാതിയും ഇതേ തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ മുദ്രാവാക്യം വിളിയിലേക്ക് എത്തിയത്. മുദ്രാവാക്യം വിളിച്ചവരിൽ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗുകാരോ ഇല്ലെന്നും ക്ഷേത്രത്തിൽ പാട്ട് വെക്കരുത് എന്നല്ല മുദ്രാവാക്യത്തിൽ പറഞ്ഞതെന്നുമാണ് വ്യക്തമാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിന് കൂടിയാണ് ഇവിടെ അവസാനമാകുന്നത്. മലപ്പുറത്ത് ഹൈന്ദവ ക്ഷേത്രത്തിൽ പാട്ടുവെക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ ഞങ്ങൾ എടവണ്ണയിലെത്തി. കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഈ സംഭവം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. കൊളപ്പാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കമ്മിറ്റിയും പരിസരവാസിയായ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ജയൻ നമ്പൂതിരിയുമായി ചില പ്രശ്നങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ജയൻ നമ്പൂതിരി കമ്മിറ്റിക്കെതിരെ പോലീസിലും മറ്റും പരാതി നൽകിയിരുന്നു. ചില പ്രശ്നങ്ങൾ കോടതി വരെയും എത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട് അമിതമായിട്ട് ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. അത് ക്ഷേത്ര സമിതി മുഴുവൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഇതേപോലെ പല സമയത്തും അവരോട് നേരിട്ട് പറഞ്ഞു. എടവണ്ണ പോലീസ് DGP വരെയുള്ള ഓഫീസേഴ്സിന് പരാതി കൊടുത്തു. അപ്പോൾ പരാതി കൊടുക്കുമ്പം ഇവർ കണ്ടമാനം പരാതി കൊടുത്ത് ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ ടോൺ വരുന്നത്. അവസാനം ഇപ്പം RDOയുടെ അടുത്ത് പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് തഹസിൽദാർ അടുത്തുനിന്ന് 50 ഡെസിബലിൻ്റെ താഴത്തെ വെക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവർ 50 ഡെസിബൽ ക്രമീകരിച്ചത് ആംപ്ലിഫയറിൻ്റെ മുകളിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് പകുതി വോളിയം കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോ കാണിച്ചു കൊടുത്തത്. യഥാർത്ഥത്തിൽ 50 ഡെസിബൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശബ്ദമാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് പല രീതിയിൽ സുഖമില്ലാത്ത അച്ഛനും അമ്മയും അതേപോലെ ചെറിയ കുട്ടിയൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഇത്രയും 10-20 മീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഈ ബോക്സ് നമുക്ക് ശല്യമാണെന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതിൽ പാട്ട് വെക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ വിശ്വാസമുള്ളവരാണ്, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായി ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അമിതമായിട്ടുള്ള ശബ്ദം ബുദ്ധിമുട്ടാണ്. ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ ചിലർ BJPയുടെ സ്ഥാനാർത്ഥികളായി ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. ജയൻ നമ്പൂതിരിക്കൊപ്പം നിൽക്കുന്നത് UDFൻ്റെ അനുഭാവികളും. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDFന് വലിയ വിജയം ലഭിച്ചപ്പോൾ UDF അനുഭാവികൾ ക്ഷേത്രത്തിലെ പാട്ട് വയ്ക്കുന്നതും അവരുടെ ആവേശത്തിൽ, ജയിച്ചതിൻ്റെ ആവേശത്തിൽ മുദ്രാവാക്യമായി പറഞ്ഞു പോവുകയായിരുന്നു. അല്ലാതെ അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നതിനെതിരെയല്ല UDF എന്ന് മുദ്രാവാക്യം വിളിച്ചവരും പ്രദേശത്ത് ജയിച്ച കോൺഗ്രസിൻ്റെ മെമ്പറും എടവണ്ണയിലെ UDF നേതൃത്വവും വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ എടവണ്ണ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഭരണം കിട്ടിയതിൻ്റെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രകടനം വിളിച്ചത്. അപ്പം ഇപ്പോൾ ഒരു വിവാദം വന്നിരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ അമ്പലത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്. എങ്ങനെ ശരിക്കും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അമ്പലത്തിനെതിരെ ഞങ്ങളതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യത്തിൽ അമ്പലത്തിൽ പാട്ട് വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ടെന്നല്ല, ശബ്ദം കുറയ്ക്കണം എന്നില്ല, അതും നിയമാനുസൃതമായ, അല്ലാതെ അമ്പലത്തിൽ പാട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. ശബ്ദം കുറയ്ക്കണം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞിട്ടുള്ളൂ. അത് ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റേ ഒരു കുടുംബ അമ്പലത്തിലെ പൂജാരി കൂടിയായിട്ടുള്ള നമ്പൂരിയായിട്ട് ആ അമ്പലത്തിലെ ആളുകളുമായിട്ട് കുറേ തർക്കങ്ങളുണ്ട്. മഞ്ചേരി മുനിസിപ്പൽ കോടതിയിൽ തർക്കമുണ്ട്, അതുപോലെ തന്നെ RDO തർക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആ അമ്പലത്തിലെ തൊട്ടടുത്തുള്ള മറ്റു അമ്പലത്തിലെ പൂജാരിയായ ആ നമ്പൂതിരിയുടെ വീട്ടിലേക്ക് BJPയുടെയും CPMൻ്റെയും ആളുകൾക്ക് ചാർജുള്ള സമയത്ത് ആ ഭക്തിഗാനത്തിൻ്റെ സൗണ്ട് അമിതമായി കൂട്ടി വെക്കുക എന്നുള്ളൊരു പരാതി അദ്ദേഹം നിലവിൽ കേസും എടവണ്ണ പോലീസ് സ്റ്റേഷനിലടക്കം പരാതി കാര്യങ്ങളൊക്കെ. ഇതിൽ ആ മുദ്ര അപ്പോൾ അതിന് ഒരു അറുതി വരുത്തണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരോ മുസ്ലിങ്ങളോ തന്നെ ഇല്ല.
ആ മുദ്രാവാക്യം വിളിച്ച 3 കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ഹിന്ദു സഹോദരങ്ങളായ എൻ്റെ സഹപ്രവർത്തകരായ ആളുകൾ മുദ്രാവാക്യം വിളിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അമ്പല കമ്മിറ്റിയിലുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അമ്പല കമ്മിറ്റിയുള്ള CPMൻ്റെയും BJPയുടെയും ആളുകൾ ഈ തൊട്ടടുത്തുള്ള കുടുംബ അമ്പലത്തിലെ പൂജാരി ആയിട്ടുള്ള നമ്പൂതിരിക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനം നടത്തരുത്, അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കരുത്, രാഷ്ട്രീയമായി അദ്ദേഹത്തെ ശല്യം ചെയ്യരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. അതിൽ മുസ്ലിങ്ങളില്ല, മുസ്ലിം ലീഗുകാരനുമില്ല. പക്ഷേ ഇതിലെന്താ വെച്ചാൽ അവരെ സൗണ്ട് കുറയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് താമസിക്കുന്ന നമ്പൂതിരി കുടുംബം പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിലും മുഖ്യമന്ത്രിൻ്റെ പോർട്ടറിലും DYSPക്കും RDO കോർട്ടിലൊക്കെ കേസ് നടക്കുന്നുണ്ട്. അവർ ഭൂമി അമ്പലം അവർ പറയുന്നത് നമ്പൂരിൻ്റെ സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വിട്ട് കിട്ടാൻ വേണ്ടി അവർ മുനിസിപ്പൽ കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. ഈ ശബ്ദത്തിനെതിരെ കൊടുത്തു. അങ്ങനെ പൊല്യൂഷൻ കൺട്രോൾ വന്ന് അവിടെ ചെക്ക് ചെയ്തപ്പം പിന്നെ ജാസ്തി സൗണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ 50 ഡെസിബലിലേറെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറും ഉണ്ട്. അതിന് 50 ഡെസിബൽ വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവർ ചില വ്യക്തികൾ വരുമ്പം മാത്രം ആണ് ഇവർക്ക് ഈ ശല്യം. അവിടെ നമ്പൂരിക്കും ഭാര്യയ്ക്കും സുഖമില്ല, ചെറിയ കുട്ടിയുള്ള വീടാണ്. തൊട്ടടുത്തുള്ള ആൾക്കാർക്കും ഇതുകൊണ്ട് ശല്യമുണ്ട്. പക്ഷേ അവർ ഇങ്ങനെ ഇതിൽ ചുറ്റിപ്പറ്റിയൊരു ക്ഷേത്രത്തിലേക്ക് നിൽക്കുകയാണ്. പക്ഷേ എല്ലാവർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ രാവിലെ കുട്ടികൾക്ക് പരീക്ഷ സമയത്ത് പഠിക്കാൻ, അതേമാതിരി രോഗികൾ, ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായ ജയൻ നമ്പൂതിരിക്ക് പറയാനുള്ളത് ഇതാണ്. കമ്മിറ്റിയിലെ ചിലർക്കാണ് ഈ പാട്ട് വയ്ക്കുന്നതിൽ പിടിവാശിയുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോടതിയുടെ മുൻപിലാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, മുദ്രാവാക്യം വിളിച്ചതിന് മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കേണ്ടതില്ല. അമ്പലത്തിൽ പാട്ട് വയ്ക്കുന്നതിന് തടസ്സമായിട്ടല്ല, ഒരു വർഗീയ ശക്തിയുമല്ല ഈ മുദ്രാവാക്യം വിളിച്ചതെന്നും ജയൻ നമ്പൂതിരിയും പറയുന്നു. ക്ഷേത്ര കമ്മിറ്റിയും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. മുദ്രാവാക്യം വിളിച്ചവരിൽ മുസ്ലിങ്ങളില്ല, മുസ്ലിം ലീഗുകാരില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ് ഈ വിഷയത്തിൽ അത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. അത് തെറ്റായിപ്പോയെന്നും അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ക്ഷേത്ര കമ്മിറ്റിയും ആവശ്യപ്പെടുന്നു. ഇവിടെ പാട്ട് വയ്ക്കുന്നതിന് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളിലായി ഒരു പരാതി നടക്കുന്നുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് തൊട്ടടുത്തുള്ളൊരു കുടുംബം തന്നെ, അതുകൊണ്ട് പറയുന്നത് നമ്പൂതിരി ഫാമിലി തന്നെയാണ്. അപ്പോൾ അവർ നിരന്തരം പരാതി കൊടുക്കുന്ന ഒരു വിശേഷത്തിലുണ്ട്. മൊത്തം നാട്ടുകാർക്ക് ഒന്നും വിഷയമൊന്നുമില്ല ഈ ഒരു കുടുംബം. അതിൻ്റെ പേരിൽ ഒരു ലൗഡ് സ്പീക്കറിനാണ് പരാതി ആദ്യം വന്നിരുന്നത്. അപ്പോൾ ലൗഡ് സ്പീക്കർ അലൗഡ് അല്ലല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളത് ഒഴിവാക്കുകയും പിന്നീട് നിയമാനുസൃതമായ ബോക്സ് വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ പാട്ടോട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ്. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ പലവട്ടം ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില പ്രചാരണങ്ങൾ ഇപ്രകാരമാണെന്ന് പറയാതെ വയ്യ. മലപ്പുറത്തുനിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.